നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന വെബ് പരമ്പരയുടെ 1662 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ജെയിംസ് പോൾ സാർ എടുക്കുന്ന ഒരു ക്ലാസ് ആണ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്നത്തെ ജെയിംസ് പോൾ സാർ നമുക്ക് ക്ലാസ് എടുക്കുന്ന വിഷയം കൺഫ്യൂഷൻ, കാരണങ്ങളും പരിഹാരങ്ങളും. കൺഫ്യൂഷൻ സാർ നമുക്ക് തീർത്തു തരും. ഒരു പാട്ടുണ്ടല്ലോ, കൺഫ്യൂഷൻ തീർക്കണമേ. അപ്പൊ കൺഫ്യൂഷൻ തീർക്കണമെങ്കിൽ അതിന്റെ കാരണങ്ങളും അതിനുള്ള പരിഹാരങ്ങളും സാറ് നമുക്ക് പറഞ്ഞു തരും. ഇന്ന് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി വളരെ ആദരവോടുകൂടി സാറിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറെ, ക്ലാസ് തുടങ്ങും. സാറിനെ കോഹോസ്റ്റ് ആക്കിയിട്ടില്ലേ? കേൾക്കാമല്ലോ. കേൾക്കാം സാറേ, കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞ പോലെ നമസ്കാരം. കൺഫ്യൂഷൻ തീർക്കണമെന്ന്. ഇപ്പൊ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിശദീകരണം പലർക്കും ബുദ്ധിമുട്ടാണ്. എന്താണ് കൺഫ്യൂഷൻ? കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിസോറിയന്റേഷൻ ഓഫ് തിങ്കിങ്, റീസണിങ് ആൻഡ് ഫൈൻഡ് ഔട്ട് എ ഡിസിഷൻ ഓർ ഡെഫിനറ്റ് ഡിസിഷൻ, അല്ലെങ്കിൽ EDM എന്ന് പറയാം, ഇഫക്റ്റീവ് ഡിസിഷൻ. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിനാണ് കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അവൻ കറക്റ്റ്? കാരണം വേറൊരു വിശദീകരണമോ അല്ല ഡെഫിനിഷനോ കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഡിസോറിയന്റേഷൻ ഓഫ് തിങ്കിങ്, റീസണിങ് ആൻഡ് ഫൈൻഡിങ് ഔട്ട് എ ഡിസിഷൻ ഓർ ടു റീച്ച് എ ഡിസിഷൻ, ദാറ്റ് ഈസ് കൺഫ്യൂഷൻ. അപ്പൊ അതിന്റെ കാരണങ്ങൾ ആണ് നമ്മളിപ്പം ആദ്യം അന്വേഷിക്കേണ്ടത്. അത് ഒന്ന് ഇൻഫെക്ഷൻ ആകാം, അക്യൂട്ട് ഇൻഫെക്ഷൻസ്. ഫോർ എക്സാമ്പിൾ ടൈഫോയിഡ്, മെനിഞ്ചൈറ്റിസ്, എൻകഫലൈറ്റിസ്, ഇതിനൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകാം. ആദ്യമായിട്ട് കാണിക്കുന്ന സിംറ്റം മിക്കവാറും അതായിരിക്കും. അവരുടേതായ ഒരു പ്രത്യേക ഇതിൽ ഇരിക്കുകയും പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവുകയും ചെയ്യും. കൺഫ്യൂഷൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇരിക്കുന്നത് എൻ്റെ റൂം തന്നെയാണോ, ഞാൻ കിടക്കുന്ന കട്ടിൽ എൻ്റെ തന്നെയാണോ, മാറിയാണോ കിടക്കുന്നത്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ആദ്യം അവർ പറയുന്നത്. ഒരു അനുഭവം പറയാം. ഞാൻ കണ്ണൂർ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പ്രൈവറ്റ് പ്രാക്ടീഷണർ, അദ്ദേഹം ഒരു ടൂറൊക്കെ പോയി. ക്രിസ്ത്യനാണ്. പോണ്ടി, വേളാങ്കണ്ണി, കോട്ടാർ ഒക്കെ കറങ്ങി ഒരു 4-5 ദിവസത്തെ ടൂർ കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം അദ്ദേഹത്തിന്റെ ബിഹേവിയറിൽ ചില വ്യത്യാസങ്ങൾ കണ്ടു. അത് വൈഫ് ആണ് നോട്ട് ചെയ്തത്. പക്ഷെ പിറ്റേ ദിവസം തന്നെ വൈഫ് ജോലിക്ക് പോയി. വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഡ്യൂട്ടിക്ക് പോയിട്ടില്ല, പേഷ്യന്റ് നോക്കിയിട്ടില്ല. അവിടെ അവധി തന്നെ എഴുതിയിരിക്കുക, ഡോക്ടർ സ്ഥലത്തില്ലാന്ന് എഴുതിയോടെ തൂക്കി വിട്ടിരിക്കുക. പുള്ളി ആകെ കൺഫ്യൂസ്ഡ്. അപ്പൊ അന്ന് എന്നെ വിളിച്ചു, ഡോക്ടർ ഇന്ന പോലൊരു സംഭവം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു പുള്ളി ഒബ്സർവ് ചെയ്യാം, അപ്പൊ കൺഫ്യൂഷൻ ഏതായാലും ഉണ്ടല്ലോ, ഒബ്സർവ് ചെയ്യാം. അപ്പൊ അന്ന് വൈകുന്നേരം പതിവില്ലാത്ത പുള്ളി ടർക്കി എടുത്ത് പൊതിച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് മാറ്റുകയും ചെയ്തു. ഇത് വിളിച്ചു പറഞ്ഞു, ഏതായാലും പിറ്റേ ദിവസം ഒരു വെഡാൽ ടെസ്റ്റ് ചെയ്തോളാം. 3-ാം ദിവസം റിസൾട്ട് വന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ആ കൺഫ്യൂഷൻ, മറ്റേ ബിഹേവിയറിനൊക്കെ വളരെ വ്യത്യാസം വന്നു തുടങ്ങി. പോസിറ്റീവ് ആയിരുന്നു, വിഡാൽ ടെസ്റ്റ് പോസിറ്റീവ്. അദ്ദേഹത്തിന് ഞാൻ കൊടുത്തത് ബാപ്റ്റീഷ്യ 200 TDS ഫോർ 4 days. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് മറ്റു സിംറ്റംസ് ഒന്നും ഡെവലപ്പ് ചെയ്തില്ല. കൺഫ്യൂഷൻ കുറഞ്ഞു, ബിഹേവിയറിൽ വന്ന വ്യത്യാസങ്ങളെല്ലാം മാറി. കുട്ടികളോടും ഭാര്യയോടൊക്കെ സാധാരണഗതിയിൽ സംസാരിച്ചു തുടങ്ങി. ഏതായാലും 4 ദിവസമേ ഞാനത് കൊടുത്തുള്ളൂ. ഒരു 7 ദിവസത്തോളായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം.
പിന്നെ ഇവിടെ വൈഡായിട്ട് ഫോർട്ട് കൊച്ചിയിൽ മട്ടാഞ്ചേരി പ്രദേശത്ത് എപ്പിഡമിക് ആയിട്ട് ടൈഫോയിഡ് പടർന്നു പിടിച്ചു. അപ്പോൾ ഒരു ലേഡി ഡോക്ടറുടെ ഹസ്ബൻഡ് അദ്ദേഹത്തിന് ഇതുപോലെ ചില ബിഹേവിയറിന് വ്യത്യാസം, കൺഫ്യൂഷൻ ഒക്കെ തുടങ്ങി. അപ്പം ഈ ഡോക്ടറിന് തോന്നി ഏതായാലും അത് ടെസ്റ്റ് ചെയ്തേക്കാം. മാത്രമല്ല ഈ ഇടയ്ക്ക് ചെറിയ ഒരു ഫീവർ വൈകുന്നേരം ആയപ്പോൾ അനുഭവപ്പെട്ടു തുടങ്ങി. പക്ഷെ പ്രത്യേകിച്ച് വേറെ ഒന്നും കാണിച്ചില്ല. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറുന്നു. അവരും വടാൻ ടെസ്റ്റ് ചെയ്തവൻ പോസിറ്റീവ്. അങ്ങനെ ഹസ്ബൻഡ് കുട്ടി എൻ്റെ അടുത്ത് വന്നു. കൂടുതൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ഒരു അബ്ഡോമിനൽ ഡിസ്ട്രസ് ഉണ്ട്. ഭക്ഷണം എന്തെങ്കിലും കഴിച്ചു കഴിയുമ്പോൾ ഭക്ഷണത്തിന് വിശപ്പ് കുറഞ്ഞു വരികയായിരുന്നു. എന്തെങ്കിലും കഴിച്ചു കഴിയുമ്പോൾ ഹിക്കപ്പ് എടുക്കുന്നു, എക്കിള്. പിന്നെ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഹിക്കപ്പ് ഉണ്ട്. പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു എക്കിള്. അപ്പൊ ഈ സിംറ്റം വെച്ച് ഞാൻ കാഷ് ഫുട്ടാണ് അദ്ദേഹത്തിന്, കാഷ് ഫുട്ട് തെറാപ്പി. അതും ഈ TDS ഒരു 5 days മുമ്പ്. അദ്ദേഹത്തിന് വേറെ സിംറ്റംസ് ഒന്നും ഡെവലപ്പ് ചെയ്തില്ല. അത് അബോർട്ട് ചെയ്തു പോയെന്ന് പറയാം. ടൈഫോയിഡ് അബോർട്ട് ചെയ്തു, ഒരു പ്രശ്നം ഉണ്ടാക്കി. പിന്നെ മറ്റൊരു കേസ് ഇവിടെ അടുത്ത് കഴിഞ്ഞ ഞായറാഴ്ച ഒരു ലേഡി ഡോക്ടറുടെ ചേച്ചി മരിക്കേണ്ടത്. അപ്പം അവർക്കും ഇതുപോലൊരു കൺഫ്യൂഷനാണ് ആദ്യം തോന്നുന്നത്. അതായത് റിമോട്ടിന് പകരം ഫോൺ, ടച്ച് ഫോൺ അല്ല, സാധാരണ ഫോൺ എടുത്ത് ഇങ്ങനെ നിൽക്കും. അത് നേരെ തിരിച്ചും ചെയ്യും. റിമോട്ട് എടുത്തിട്ട് ഫോൺ പോലെ നമ്പർ അടിച്ചിട്ട് ഇങ്ങനെ പിടിക്കും. ഇതായിരുന്നു ആദ്യം കാണിച്ച സിംറ്റം. അപ്പൊ ഏജന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഡിമെൻഷ്യ ആകാം എന്നൊക്കെ ഈ ഡോക്ടറുടെ ചേച്ചിയാണ്. എന്നാൽ അവരെ അത് അവഗണിച്ചു എന്നുള്ളതാണ് സത്യം. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സംഗതി വഷളായി. സിറ്റിയിലെ ഒരു ആശുപത്രി കൊണ്ടുപോയി. അവിടുന്ന് അവർ റെഫർ ചെയ്ത് വേറെ ഒരു മേജർ ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെന്ന് അവർ CSF നോക്കി. അത് എൻസെഫലൈറ്റിസ് ആയി, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ആയി. കഴിഞ്ഞ ഞായറാഴ്ച അവർ മരിച്ചു. 3 weeks. ഞാൻ പറഞ്ഞത് ആ കൺഫ്യൂഷൻ കണ്ടുകൊണ്ട് തന്നെ ഇവരെന്തെങ്കിലും അതിന് ഒരു മരുന്ന് കൊടുത്തിരുന്നുവെങ്കിൽ, അവഗണിക്കാതിരുന്നു എങ്കിൽ ഒരുപക്ഷെ അവരെ സേവ് ചെയ്യാമായിരുന്നു. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു പേഷ്യന്റോ വരുന്നു, ഒരു ഈ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ എന്തെങ്കിലും ഡീപ്പായിട്ട് അവർക്ക് കാര്യങ്ങളുണ്ട്. അതിലെങ്കിൽ ബ്രെയിനിൽ ബാധിച്ചിട്ടുണ്ടാകാം, ഒരുപക്ഷെ ഇൻഫെക്ഷൻ ആകാം, മറ്റെന്തെങ്കിലും ആകാം, ട്രോമാറ്റിക് ഇഫക്റ്റ് ആകാം. അതായത് ആഫ്റ്റർ ഇഫക്റ്റ് ഓഫ് ട്രോമ. ചിലപ്പോൾ 1-2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു ട്രോമ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ 1 മാസം മുമ്പ് ട്രോമ ഉണ്ടായിരിക്കാം. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇതായിരിക്കാം. അപ്പൊ ഇതെല്ലാം കണക്കിലെടുത്ത് നമ്മൾ മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ അത് വഷളാകാതെ സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ 2-3 അനുഭവങ്ങൾ തെളിയിക്കുന്നത്. പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മറ്റൊരു സംഗതി TIA, ട്രാൻസിയന്റ് ഇസ്കേമിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഫ് അറ്റാക്ക് തന്നെയാണ്, അല്ലെങ്കിൽ സ്ട്രോക്ക് തന്നെയാണ്. ബ്രീഫ് സ്ട്രോക്ക് ആണ് ശരിക്കും, ട്രാൻസിയന്റ് ആണ്, പെട്ടെന്ന് ഉണ്ടാകുന്നു. അപ്പം ഒരു സ്ട്രോക്കിന്റെ എല്ലാ ലക്ഷണവും കാണിക്കും. ചിലപ്പം ഒരു ബെൽസ് പാൾസി പോലെ ഉണ്ടാകാം, അല്ലെങ്കിൽ കൈക്ക് ഒരു മരവിപ്പ് പോലെ തോന്നാം, കൈ പൊങ്ങാത്ത പോലെ തോന്നാം, കാലെടുത്ത് വെക്കാൻ പറ്റാതെ തോന്നാം. അത് കുറച്ച് മിനിറ്റുകൾ കൊണ്ടോ ഏതാനും മണിക്കൂർ കൊണ്ടോ അത് മാറിപ്പോകാം. സാധാരണഗതിയിൽ ഒരു 24 മണിക്കൂർ കൊണ്ട് അത് കംപ്ലീറ്റ് റിക്കവറി കിട്ടുന്ന ആ സ്ട്രോക്ക് പോലെയുള്ള ഒരു സംഭവത്തിനാണ് TIA, ട്രാൻസിയന്റ് ഇസ്കേമിക് അറ്റാക്ക്. ചില അപൂർവ സാഹചര്യങ്ങളിൽ അത് 24 മണിക്കൂറല്ല, കുറച്ച് നീണ്ടു നിന്നേക്കാം. കാരണം ഏതെങ്കിലും സെന്റേഴ്സിനെ ബാധിക്കുകയോ അവിടെ ഇസ്കേമിക് ലക്ഷണങ്ങൾ കാണിക്കുകയോ അതല്ലെങ്കിൽ ആ ന്യൂറോൺസിനെ ബാധിക്കുകയോ ചെയ്തു കഴിഞ്ഞാലാണ് നീണ്ടത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ട് നമുക്ക് ഏതെങ്കിലും റെമഡി കൊടുക്കാം. അതല്ല, സ്ട്രോക്ക് ആണെങ്കിൽ അതനുസരിച്ച് ഇതേ സിംറ്റം തന്നെയാണ് സ്ട്രോക്കിനും കാണിക്കുന്നത്. ചിലര് വെറുതെ ഇങ്ങനെ തലകൊമ്പിട്ട് ഇങ്ങനെ ഇരിക്കാം, പ്രായമുള്ളവരാണ്, 70-ന് മേലെ ഉണ്ടാകുന്ന പ്രായമുള്ളവർക്ക് സാധാരണഗതിയിൽ മറ്റ്
രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഹൈപ്പർ ടെൻഷനോ അതല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസോ സിസ്റ്റമിക് ഡിസീസ് ഒന്നും ഇല്ലെങ്കിൽ പോലും 70 വയസ്സിന് മുകളിൽ ഒരു സ്ട്രോക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, തലയും കൊമ്പിട്ട് ഇങ്ങനെ ഇരിക്കും. ഇതേ സിംറ്റം തന്നെയാണ് ഹൈപ്പോനാട്രേമിയയ്ക്കും ഉള്ളത്. സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെയായിരിക്കും. പക്ഷെ ആദ്യ ഈ തളർച്ച വരുന്നതിന് മുമ്പ് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഇവർ കാണിച്ചിരിക്കും. നാട്രേമിയ ആണെങ്കിൽ, ഹൈപ്പോനാട്രേമിയ. പക്ഷേ സ്ട്രോക്ക് പെട്ടെന്നാണ് ഉണ്ടാകുന്നത്. അത് വൈഡ് ഉള്ള എക്സ്റ്റെൻസീവ് അല്ലാത്ത ഒരു സ്ട്രോക്ക് ആണെങ്കിൽ ഇയാൾ ഇങ്ങനെ ഇരിക്കും. എക്സ്റ്റെൻസീവ് ആണെങ്കിൽ വീണു അവിടെ പാരലൈസിസ് ഒക്കെ ഉണ്ടാകാം. ഹെമിപ്ലീജിയോ ക്വാഡ്രിപ്ലീജിയോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. അപ്പൊ ഇത് ഇങ്ങനെ ഒരു മൈൽഡ് സ്ട്രോക്ക് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഏതാണ്ടൊരു തലയ്ക്ക് ബലമില്ലാത്ത ചില കുട്ടികൾ ഇങ്ങനെ 4 മാസത്തിന് മുമ്പുള്ള കുട്ടികൾ ഇങ്ങനെ കഴുത്തുറയ്ക്കാതെ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ വീണു പോകുന്ന പോലെ അതേ അവസ്ഥയിൽ ഇരിക്കുന്നത് പ്രായമുള്ളത്. ആ ഒരവസ്ഥയായിരിക്കും ആദ്യത്തെ സിംറ്റം. ഈ മൈൽഡ് സ്ട്രോക്കിന്റെ കാര്യമാണ് പറയുന്നത്. പറ്റിയ സിംറ്റംസ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന സിംറ്റംസ്, ഫസ്റ്റ് തന്നെ കൺഫ്യൂഷൻ, പിന്നെ സ്പീച്ചിന് ചില വേരിയേഷൻസ്, അവ്യക്തമാകുന്ന സ്ലഡ് ആയിട്ടുള്ള സ്പീച്ച്, ദെൻ ഡിസോറിയന്റേഷൻ, നംബ്നെസ് ആൻഡ് വീക്ക്നെസ് ഓഫ് എക്സ്ട്രിമിറ്റീസ്. ഞാനത് പറഞ്ഞ് അതിന്റെ ഇഫക്റ്റ് നീണ്ടു നിൽക്കുന്നില്ല. ചിലപ്പോൾ ഫ്യൂ മിനിറ്റ്സ് ടു ഫ്യൂ അവേഴ്സ് കംപ്ലീറ്റ് റിക്കവറി ഉണ്ടാവും. അതല്ലെങ്കിൽ തന്നെ 24 മണിക്കൂറിനുള്ളിൽ ടോട്ടൽ റിക്കവറിയാണ് TIA-യുടെ പ്രത്യേകത. ഇപ്പോൾ സ്ട്രോക്ക് ആണെങ്കിൽ അത് നീണ്ടു നിൽക്കും. മൈൽഡ് ആണെങ്കിൽ ഒരു പക്ഷേ റിക്കവറി പെട്ടെന്ന് കിട്ടും. അത് വളരെ എക്സ്റ്റെൻസീവ് ആണെങ്കിൽ വീണുപോകാം. ഹെമിപ്ലീജിയ, ക്വാഡ്രിപ്ലീജിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. അപ്പൊ ഈ സിംറ്റംസ് നമ്മൾ കണക്കിലെടുക്കുകയും അതനുസരിച്ച് ഏതെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡ്, കാരണം അടുത്തുള്ള നമ്മുടെ ഡിസ്പെൻസറി ആണെങ്കിൽ പേഷ്യൻസിനെ കൊണ്ട് ഓടി അങ്ങോട്ടായിരിക്കും വരും, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് പോയി. ഞാനൊരു സംഭവം ഇതേ ഫ്ലോറിൽ തന്നെ പറഞ്ഞിരുന്നു. ഒരു പോർട്ടിൽ ജോലി ഉണ്ടായിരുന്ന ഒരാളുടെ വൈഫിന് പെട്ടെന്നൊരു തലവേദന വന്നു. അതായത് ഇന്റൻസ് ഹെഡേക്ക് ആയിരുന്നു. പെട്ടെന്ന് തലവേദന സ്റ്റോപ്പായി. അത് കഴിഞ്ഞിട്ട് ഇവര് കൺഫ്യൂസ് ആകും. ഈ അവസ്ഥ. അപ്പൊ അതൊരു സെർബ്രൽ ഹെമറേജ് ആണെന്നുള്ള നിഗമനത്തിൽ ഞാൻ ആർണിക്കാണ് കൊടുത്തത്. ആർണിക്ക ഇങ്ങനെ വെള്ളത്തിലൊഴിച്ച് കൊടുത്ത് 2 ഡ്രോപ്പ് ഇങ്ങനെ കൊടുത്തോളാൻ പറഞ്ഞ് അവരെ റെഫർ ചെയ്യുകയും ചെയ്തു ഹോസ്പിറ്റലിൽ. അപ്പൊ പോർട്ടാശുപത്രി ചെന്ന് അവിടുന്ന് റെഫർ ചെയ്താൽ മാത്രമേ അവർക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് പൈസ ഇല്ലാതെ കിട്ടൂ, കൊടുക്കാതെ കിട്ടൂ. അതുകൊണ്ട് ആദ്യം പോർട്ടാശുപത്രി ചെന്ന് അവിടെ ഇതിനുള്ള സൗകര്യങ്ങളില്ല. അവിടുന്ന് മേജർ ഒരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. പക്ഷെ അവരുടെ ഡോക്ടർ പരിശോധിച്ച് സ്കാൻ ചെയ്ത് സ്കാൻ റിപ്പോർട്ട് വരാനായിട്ട് 4 മണിക്കൂർ എടുത്തു. പക്ഷെ സ്കാൻ റിപ്പോർട്ട് ഈ ഹെമറേജ് സ്റ്റോപ്പ് ചെയ്തിരുന്നു നേരത്തെ തന്നെ. നമ്മുടെ മെഡിസിന്റെ ഗുണം കൊണ്ടാണ് ഹെമറേജ് നേരത്തെ തന്നെ സ്റ്റോപ്പ് ചെയ്ത്. വളരെ മൈൽഡ് ആയിട്ടുള്ള ഹെമറേജ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ടോട്ടൽ റിക്കവറി കിട്ടുമെന്നാണ് ഡോക്ടറുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞ് ന്യൂറോളജിസ്റ്റ് അങ്ങനെ പറഞ്ഞു. അതേപോലെ തന്നെ സംഭവിച്ചു. അവരിപ്പോൾ ഹെൽത്തിയാണ്, പാരലിസിസ് ഒന്നുമില്ല, നന്നായിട്ട് നടത്തും. ഒരുപക്ഷെ നമ്മുടെ ആർമിക്ക് ആയിരിക്കും അവർ രക്ഷിച്ചെന്നുള്ളതാണ് എൻ്റെ ധാരണ. ഈ ഫ്ലോറിൽ പറഞ്ഞിട്ടുണ്ട് സ്ട്രോക്ക് എടുത്ത് 200 അല്ലല്ല, ഫ്രാക്ഷണൽ ഡോസ്. പറഞ്ഞില്ല, ഡ്രോപ്പറിൽ ഒരു 2-3 ഡ്രോപ്പ് ഒഴിച്ചിട്ട് നാം കൊടുക്കായിരുന്നു. ഇടവിട്ട് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 30 അല്ല 40 മിനിറ്റ്സ് ഇന്റർവെല്ലിൽ ഇത് കൊടുത്തോണ്ടിരിക്കാം. അവരത് ഈ സ്കാൻ തീരുന്നവരെ കൊടുക്കുകയും ചെയ്യും. 4.5 മണിക്കൂർ അവർ കൊടുത്തുകൊണ്ടിരിക്കും. വേറെ മെഡിസിൻ ഒന്നും അവർ കൊടുത്തില്ല. കാരണം ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാതെ അവർ ഒന്നും സ്റ്റാർട്ട് ചെയ്യില്ല. ഇപ്പൊ ഓപ്പറേറ്റീവ് കേസ് ആണെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്യണം, വേറെ മരുന്ന് കൊടുത്തിട്ട് കാര്യമൊന്നും. സ്ട്രോക്കിന്റെ ട്രീറ്റ്മെന്റ് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ഡീസെറിബ്രേറ്റഡ് ആണെങ്കിൽ ജൽസീമിയാണ്, ഡീകോട്ടേറ്റഡ് സ്ട്രോക്ക് ആണെങ്കിൽ അയോസ്യാമസ്. ഫസ്റ്റ് ഓഡിയൻ വരുന്നത് അതായിരിക്കും. അപ്പൊ ഡീകോട്ടേറ്റഡ്, ഡീസെറിബ്രേറ്റഡ് ഇതൊക്കെ എന്താണെന്ന് ഞാൻ വളരെ വിശദമായിട്ട് അന്ന് നമ്മൾ സംസാരിച്ചാണ്, ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഇനി അത് ഒരു ആവർത്തനത്തിന്റെ ആവശ്യമില്ലെന്ന് വേണം. നമ്മുടെ സബ്ജക്റ്റ് കൺഫ്യൂഷൻ ആണ്.
പിന്നെ ഈ സ്ട്രോക്ക് വരികയാണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്, നമ്മൾ ഒരിക്കൽ പറഞ്ഞിരുന്നു ലിംബിക് സിസ്റ്റം. അപ്പം ഈ സ്ട്രോക്ക് ഹെമറേജ് ആണെങ്കിൽ ഏത് ഭാഗത്തും വരാം, എങ്കിലും പോണ്ടൈൻ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഹെമറേജസ് കാണുന്നത്. പക്ഷെ ത്രോംബസ് ഏത് ഭാഗത്തും വരും, ബ്രെയിനിന്റെ ഏത് പോർഷനിലും വരും. അപ്പൊ അങ്ങനെ ലിംബിക് പോർഷനിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കോഗ്നിറ്റീവ് ക്വാളിറ്റീസ് എല്ലാം ഡിമിനിഷ്ഡ് ആവും. അതായത് ധാരണാശേഷി, ചിന്താശേഷി, മെമ്മറി, അങ്ങനെയെല്ലാം അവതാളത്തിലാകുന്ന ഒരു സംഭവമാണ്. ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു. ദെൻ ലോ ബ്ലഡ് ഷുഗർ സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ്. പ്രത്യേകിച്ച് ഡയബറ്റിക്സ് അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പോൾ ആ കൺട്രോൾ സിസ്റ്റം ആകെ തകരാറുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു ചോറിന് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് 400-ലേക്ക് പോവുക. 2 മണിക്കൂർ വൈകി പോയി കഴിഞ്ഞാൽ അത് നേരെ താഴത്തോട്ട് 65-ൽ 60-ലേക്കൊക്കെ വരിക. ഇത് നമ്മൾ സാധാരണ കാണുന്നതാണ്. അങ്ങനെ 60-ൽ താഴ്ന്നു വരുമ്പോഴാണ് കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത്. അപ്പൊ ലോ ഷുഗർ ലെവലിലേക്ക് വരുമ്പോഴും അവിടെ ഫസ്റ്റ് സിംറ്റം കൺഫ്യൂഷൻ ആയിരിക്കും. ഇപ്പൊ ഏർലി സിംറ്റം കാണിക്കുന്നത് ഒരു ട്രംബ്ലിംഗ് ആണ്, പറയൽ, ഉള്ളു പറയ്ക്കുന്നു എന്ന് പറയും. അതുപോലെ സ്പീച്ചിന് ഒരു സ്ലഡ്, അതായത് അവ്യക്തത ഉണ്ടാകും, സ്വറ്റ് ഉണ്ടാകും, വിശപ്പും ദാഹവും കൂടുതലായിട്ട് കാണിക്കും, പരവേശം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഡ്രൗസിനെസ്, ബ്ലഡ് വിഷൻ, പിന്നെ വെയിറ്റ് കുറഞ്ഞ പോലെ, തലയ്ക്ക് ഒരു ഭാരമില്ലാത്ത പോലെ, ലൈറ്റ് ഹെഡഡ്നെസ്, അതിന്റെ പ്രത്യേക ഒരു സിംറ്റമാണ് എടുത്ത് കാണിക്കുന്നത്. അപ്പൊ ഇതായിരിക്കും ആദ്യം കാണിക്കുന്ന സിംറ്റം. കുറച്ചുകൂടെ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ള ഗ്ലൂക്കോസോ അതല്ല കാർബോഹൈഡ്രേറ്റോ ഉള്ളിൽ ചെന്നില്ല എങ്കിൽ കൺഫ്യൂഷൻ, ആള് കൺഫ്യൂസ്ഡ് ആകും, വേർപ്പ് ഡ്രെഞ്ചിങ് സ്വെറ്റ് ഉണ്ടാവും, ബിഹേവിയറിന് വ്യത്യാസം വരും, വേരിയേഷൻ വരും, ആൻഡ് ലോസ് ഓഫ് കോൺഷ്യസ് ആൻഡ് കോമ. അഡ്വാൻസ് ചെയ്യുമ്പോൾ ആ സ്റ്റേജിലേക്കാണ് പോകും. അപ്പൊ ആദ്യത്തെ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ കുറച്ച് ഗ്ലൂക്കോസോ അതല്ലെങ്കിൽ ഒരു ഇൻഫ്യൂഷനോ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീയാകാവുന്നത്. അത് നമുക്കും ചെയ്യാവുന്നതാണ്. കുറേ ഗ്ലൂക്കോസ് കലക്കി കൊടുക്കുമോ, ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ. അതല്ലെങ്കിൽ ഗ്ലൂക്കോസ് സലൈൻ പിന്നെ IV ആയിട്ട് കയറ്റാൻ പറ്റുന്നവർക്ക് അങ്ങനെ, ഹോസ്പിറ്റലൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗിയെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യം. അപകട മേഖലയിലേക്ക്, ആ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകാതെ തന്നെ രോഗിയെ നമുക്ക് സേവ് ചെയ്യാം. ദെൻ ഹെഡ് ഇഞ്ചറി, അതും മിക്കവാറും ഹോമിയോ ഡിസ്പെൻസറിയിലേക്ക് ഓടി വരുന്നതാണ്. കൊച്ചു തലയും കുത്തി വീണു, കട്ടിലേന്ന് വീണു, മേശപ്പുറത്തുനിന്ന് വീണു, ഗോവണിന്ന് വീണു, ജനലേക്ക് കയറി അവിടുന്ന് വീണു, അങ്ങനെ മിക്കവാറും കേസുകൾ വരാവുന്നതാണ്. അപ്പോൾ ഈ വീഴ്ചയിൽ, പ്രത്യേകിച്ച് ഹെഡ് ഇഞ്ചറി, എന്തൊക്കെ സിംറ്റംസ് ആണ് നമുക്ക് കിട്ടുന്ന, മാനിഫെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എലിസിറ്റ് ചെയ്യാവുന്ന സിംറ്റംസ്? അപ്പൊ അതിൽ അക്യൂട്ട് മെഡിക്കൽ എമർജൻസി കാണിക്കുന്ന സിംറ്റംസ് ഏതാണ്, അതാണ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുന്നത്. ഹെഡ് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർ കൊച്ചിനെ അടുത്ത് തല്ലിയലച്ചല്ലേ കരഞ്ഞ് കൂവി നമ്മുടെ ഡിസ്പെൻസറിൽ എത്തും. അപ്പോൾ ഇത് നമ്മൾ ഹർബറി ആകാതെ, പാനിക്കാകാതെ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തണം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ കുട്ടിയുടെ ആ ആനിമൽ ഹീറ്റ് ഉണ്ടോ, കോൾഡ് ആണോ, പിന്നെ പ്യൂപ്പിൾസ് ഒക്കെ ഈക്വൽ ആണോ, അൺഈക്വൽ ആണോ, സെൻസിറ്റീവ് ആണോ, ഇതൊക്കെയാണ് ആദ്യം പരിശോധിക്കുന്നത്. ഇനി മുതിർന്ന ആളാണെങ്കിൽ അദ്ദേഹം പറയാവുന്ന സിംറ്റം ഹെഡേക്ക്, ഡ്രൗസിനെസ്, കൺഫ്യൂഷൻ, മെമ്മറി പ്രോബ്ലംസ്, നൊസിയ, വോമിറ്റിംഗ്, ഫറ്റീഗ് and ringing in ears, oozing fluid from ears, then sensitive to light and sound, unequal pupils, clear fluid from nose. ഇത്രയും സിംറ്റംസ് ഉണ്ടെങ്കിൽ ഹെഡ് ഇഞ്ചറി ആണെന്നും അത് പ്രോബ്ലംസ് ഉണ്ടാക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതിന്റെ കോഗ്നിറ്റീവ്
സിംറ്റംസ്. ആദ്യം പറഞ്ഞല്ലോ കൺഫ്യൂഷൻ ആണ് പ്രിവലന്റ് ആയിട്ടുള്ളത്, കൺഫ്യൂഷൻ. പിന്നെ മൂവ്മെന്റ്സിന് വ്യത്യാസം വരും, ഡിസോറിയന്റഡ് ആയിരിക്കും. മൂക്കെ തൊടാൻ പറഞ്ഞാൽ മൂക്കിലേക്ക് തൊടുകയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. മൂക്കിൽ തൊടാൻ പറഞ്ഞാൽ തൊടുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഗ്ലാബല്ലായാലും ഒരു പൊട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തൊടാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് തൊടാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ മൂവ്മെന്റ്സിനൊക്കെ വേരിയേഷൻ വരും. അയാൾ ഇറിറ്റബിൾ ആവും. പിന്നെ ഈ ട്രോമ ഉണ്ടായി ഒരാഴ്ചക്ക് ശേഷമാണ് വരുന്നതെങ്കിൽ അയാളുടെ സ്ലീപ്പ് പാറ്റേൺ വ്യത്യാസം. സാധാരണ 10 മണിക്ക് കിടന്ന് ഉണരുന്ന ആള് ചിലപ്പോൾ വളരെ ലേറ്റായിട്ട് കിടക്കും, വളരെ നേരത്തെ കിടക്കും, നേരത്തെ ഉണരും. അങ്ങനെ അയാളുടെ സ്ലീപ്പ് പാറ്റേണിന് തന്നെ വ്യത്യാസം ഉണ്ടാകാം. അതാണ് കോഗ്നിറ്റീവ് സിംറ്റംസ്. അപ്പോൾ അക്യൂട്ട് മെഡിക്കൽ എമർജൻസി കേസ് വന്നാൽ നമ്മൾ എടുക്കണോ വിടണോ? അതിന് ഫസ്റ്റ് എടുത്ത് കാണിക്കുന്നത് റിപ്പീറ്റഡ് വോമിറ്റിംഗ് ആൻഡ് സിവിയർ ഹെഡേക്ക്. Then speech, slurred speech or indistinct speech. Weakness of extremities. കൈ പൊക്കാൻ പറഞ്ഞാൽ പൊക്കാതെ വരിക, അതല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് ചെല്ലാതെ വരിക. Then seizure, convulsion, unequal pupils, fluid oozes from ears and nose, clear fluid. അതായത് സെറിബ്രൽ ഫ്ലൂയിഡ് ആയിരിക്കും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു സിംറ്റമാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ്ലി റെഫർ ടു ദി മേജർ ഹോസ്പിറ്റൽ. നല്ല ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ചികിത്സിക്കാം. അതായത് ഹെഡ് ഇഞ്ചുറി ആണ്, പിന്നെ ഈ ബോഡി കോൾഡ് ആണെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. കോൾഡ് ടു ടച്ച് ആണെങ്കിൽ ആർമിക്ക സ്റ്റാർട്ട് ചെയ്യും. ആനിമൽ ഹീറ്റ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഹൈപ്പറിക്കൻ സ്റ്റാർട്ട് ചെയ്യും. Then dehydration. ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ലൂസ് മോഷൻ ഉണ്ടാകാം, കൂടുതൽ സ്വെറ്റ് കൊണ്ടുണ്ടാകാം, ഡയറിയ, കൊളറ പോലുള്ള ലൂസ് മോഷൻ അങ്ങനെ പെർസിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ പെട്ടെന്നുണ്ടാകാം. അതല്ല എങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഇൻടേക്ക്, ഫ്ലൂയിഡ് ഇൻടേക്ക് കുറയുകയാണെങ്കിൽ അത് സ്ലോയില് ഡീഹൈഡ്രേഷനിലേക്ക് വരാം. അപ്പൊ അതിന്റെ സിംറ്റംസ് അവിടെ ഹെഡേക്ക് ആണ്. ഹെഡേക്ക്, ഡിസീനസ്, കൺഫ്യൂഷൻ, മസ്കുലർ ക്രാംസ്, ടാക്കിക്കാർഡിയ, കൺവൾഷൻ ആൻഡ് ഫെയിന്റിങ്. അവിടെ ട്രീറ്റ്മെന്റ് ഫ്ലൂയിഡ് ഇൻഫ്യൂഷൻ ആണ്. പറ്റുമെങ്കിൽ അത് ഡീഹൈഡ്രേഷൻ തന്നെയാണെന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് 2-3 മാർഗങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് സ്കിൻ പിടിച്ചു നോക്കുക, സ്കിന്ന് ഡ്രൈ ആണെന്ന് നോക്കുക, അതിങ്ങനെ ഉയർത്തി നോക്കുക, അങ്ങനെ 2-3 ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അതിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ എന്ന് ബോധ്യപ്പെടാം. പിന്നെ കൺഫ്യൂഷനും ഡ്രൈനെസ്സും, മൗത്ത്, ഓറൽ ക്യാവിറ്റി കംപ്ലീറ്റ് ഡ്രൈ ആയിരിക്കാം. അങ്ങനെ ഒരു ഇൻഫ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താവുന്ന കാര്യമുള്ളൂ. Then alcoholic poisoning. ആൽക്കഹോളിസം അല്ല, ദിസ് പോയിസണിങ് ആണ്, മെയ്തൈൽ പോയിസണിങ്. കൺഫ്യൂഷൻ ആണ് പ്രൈം സിംപ്റ്റം. Then difficulty in reasoning, difficulty in concentration, vomiting, shallow respiration and bradycardia, seizure or convulsion, clumsy skin, dull response. അപ്പൊ അത് ചികിത്സിക്കാതിരിക്കുകയാണെങ്കിൽ, ഇത്രയും ലക്ഷണം കണ്ട് നമ്മൾ ചികിത്സിക്കാതിരിക്കുകയോ ഇമ്മീഡിയറ്റ് റെഫർ ചെയ്ത് മറ്റൊരു ഹോസ്പിറ്റലിൽ എത്താൻ പറ്റാതെ വരികയോ ചെയ്തു കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള ബ്രെയിൻ ഡാമേജ്
അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കാം. Then കാർബൺ മോണോക്സൈഡ് പോയിസണിങ്. അതാണ് മൈൽഡ് പോയിസണിങ് ആണെങ്കിൽ അധികം ശ്വസിച്ചിട്ടില്ല. ഇപ്പൊ കിണറ്റിലൊക്കെ ഇറങ്ങി അവിടുന്ന് ഇങ്ങനെ ശ്വസിക്കേണ്ടി വന്നു, അതിന്റെ ലക്ഷണം കാണിക്കുന്നു. ആളെ എങ്ങനെയെങ്കിലും ഉയർത്തി കരക്കെത്തിച്ചു കഴിഞ്ഞാൽ ഫ്രഷ് എയർ ഒക്കെ ശ്വസിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അയാൾക്ക് റിക്കവറി ഉണ്ടാവും. അപ്പൊ അവിടെയും നമ്മൾ ആദ്യം കാണിക്കുന്ന മൈൽഡാണ്, അതായത് കുറച്ച് ശ്വസനമേ നടന്നിട്ടുള്ളൂ എങ്കിൽ അവിടെയും ഹെഡേക്ക് ആണ് ഫസ്റ്റ്. ദെൻ ഡിസിനസ്, വീക്ക്നെസ്, മസ്കുലർ ക്രാംസ്, വോമിറ്റിംഗ്, ടാക്കിക്കാർഡിയ. ഇത്രയാണ് ഫസ്റ്റ് സ്റ്റേജ്, അല്ലെങ്കിൽ മൈൽഡ് ആണ്. സിവിയർ ടൈപ്പ് ആണെങ്കിൽ കൺഫ്യൂഷൻ, ഡിസോറിയന്റേഷൻ ഓഫ് മസിൽസ്, നേരത്തെ പറഞ്ഞു. ദെൻ കൺവൾഷൻ, ലോസ് ഓഫ് കോൺഷ്യസ് ആൻഡ് ഡെത്ത്. ഇതാണ് സിവിയർ ഫോമിൽ സംഭവിക്കാവുന്നത്. അപ്പൊ ആ മൈൽഡ് ഫോം ആണെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ഫ്രഷ് എയർ അതല്ലെങ്കിൽ കുറച്ച് ഓക്സിജൻ കൊടുക്കുകയാണെങ്കിൽ വളരെ വേഗം റിക്കവറി ആണ്. ദെൻ സ്ലീപ്പ് ഡിപ്രിവിയേഷൻ. അത് ഇന്ന് വളരെ ധാരാളമായിട്ട് കാണുന്ന സംഭവങ്ങളാണ്, പ്രത്യേകിച്ച് IT മേഖലയിൽ. രാത്രി 2 മണി വരെ, 3 മണി വരെ, 4 മണി വരെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ വർക്ക് അറ്റ് ഹോം, വിദേശത്തെ ജോലി വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ ഉറക്കമില്ല എന്ന് തന്നെ പറയാം. അപ്പൊ അവരുടെ ആ സ്ലീപ്പ് പാറ്റേൺ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ അവർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. വളരെ നേരിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ സാധാരണ കൊടുക്കുന്ന എക്സോമിക്കയാണ്. എക്സോമിക്കയില് ഒരുമാതിരിപ്പെട്ട സകലതും കവർ ചെയ്യുന്നതാണ്. സിവിയർ ആയിട്ടുള്ള സ്റ്റേജിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നില്ല. കൺഫ്യൂഷൻ ആണ് ആദ്യം വരുന്നത്. ദെൻ ഇമ്പയർഡ് ജഡ്ജ്മെന്റ്, ദൂരം അങ്ങനെയുള്ള കാര്യത്തിലെല്ലാം ജഡ്ജ്മെന്റ് വികലമായിരിക്കും. ഇറിറ്റബിലിറ്റി, സ്ലോ റെസ്പോൺസ്, കോൺസെൻട്രേഷൻ ലോസ്റ്റ്. ഇങ്ങനെയായിരിക്കും ആദ്യം കാണിക്കുന്നത്. പിന്നെയും അത് അഡ്വാൻസ് ചെയ്യുമ്പോൾ പിന്നെ വരുന്നതാണ് മൈക്രോ സ്ലീപ്പ്. അതായത് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തൂങ്ങിപ്പോവുക, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തൂങ്ങിപ്പോവുക, ഡ്രൈവ് ചെയ്യുമ്പോൾ തൂങ്ങിപ്പോവുക. അങ്ങനെ പലപ്പോഴും ആക്സിഡന്റ് ഉണ്ടാവും. അതിന്റെ റിസ്ക് ആക്സിഡന്റ്. കുറെ കൂടി അഡ്വാൻസ് ആകുമ്പോൾ അവിടെ വെയിറ്റ് ഗെയിൻ വരുന്നു. വെയിറ്റ് ഗെയിൻ വരാൻ കാരണം മെറ്റബോളിക് ഡിസോർഡറാണ്. മെറ്റബോളിസം ഡിസോർഡർ ആകുന്നു. അതുപോലെ തന്നെ ഹോർമോണിന്റെ ഇംബാലൻസ്. ഇത് രണ്ടും ലീഡ്സ് ടു ഒബേസിറ്റി. അങ്ങനെയാണ് വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നത്. കുറെ കഴിയുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അങ്ങനെ ലോങ് ടേം, മാസങ്ങൾ കഴിയുമ്പോൾ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ആക്സിഡന്റ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടും, ആക്സിഡന്റ് ഉണ്ടാവും. പിന്നെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, നേരത്തെ പറയാം, ഇടയ്ക്കിടയ്ക്ക് കൺഫ്യൂഷനൊക്കെ കയറി വരും. ദെൻ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇറ്റ് ഈസ് ലോസ്റ്റ്. അവിടെ ലൈഫ് ക്വാളിറ്റി തന്നെ നഷ്ടപ്പെടും. കുടുംബജീവിതത്തിന്റെ തന്നെ സ്വൈര്യത നഷ്ടപ്പെടും. ഒരു സുഖജീവിതം അല്ലാത്ത അസുഖകരമായിട്ടുള്ള ലൈഫ് സ്റ്റൈലായിരിക്കും വീട്ടിൽ. അപ്പൊ മൈൽഡ് കേസൊക്കെ ഞാൻ പറയുന്നതാണ് റെമഡി നെക്സോമീറ്റർ. സഡൻ ഡ്രോപ്പ് ഓഫ് ബോഡി ടെമ്പറേച്ചർ. അടുത്ത ക്വസ്.
സാധാരണഗതിയിൽ വെതർ തന്നെയാണ്, കോൾഡ് വെതർ, അല്ലെങ്കിൽ കാശ്മീർ പോലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പരിചയമില്ലാത്തവർ കൂടുതൽ അവിടെ ഐസിന്റെ പുറത്ത് അല്ലെങ്കിൽ ഐസ് ഉള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുക, അല്ലെങ്കിൽ സ്നോ വീഴുന്ന സമയത്ത് പുറത്തിറങ്ങി നിൽക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇത് ഉണ്ടാകുന്നത്. അവിടെയുള്ളവർക്കാണെങ്കിൽ അത് അത്ര ബാധിക്കുന്നില്ല. പക്ഷെ ഇവിടുന്ന് ടൂറിസ്റ്റായിട്ട് ചെല്ലുന്നവർക്ക് പലർക്കുമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഹൈപ്പോതെർമിയ എന്ന് നമ്മുടെ മെഡിക്കൽ ടേം. ഇതൊരു വളരെ അക്യൂട്ട് എമർജൻസിയാണ്, അക്യൂട്ട് മെഡിക്കൽ എമർജൻസി കൂടിയാണ്. ഇത് പെട്ടെന്നറിയാനായിട്ട് അയാളുടെ സ്കിന്നിൽ തൊട്ടാൽ മതി. സ്കിന്നിൽ തൊട്ട് കഴിഞ്ഞാൽ മുറിവിൽ തൊടുന്ന ആ വേദനയാണ് സ്കിൻ ബിക്കം റോ ആൻഡ് പെയിൻഫുൾ. ഇതിന്റെ പ്രത്യേകതയാണ് ഫ്രോസ്റ്റ് ബൈറ്റ് പോലെ. സിംറ്റംസ്: ഷിവറിംഗ്, decreased movements, confusion, slurred speech, exhaustion, cold, raw skin, shallow respiration, bradycardia. ഇതാണ് സിംറ്റംസ്, മാനിഫെസ്റ്റ് ചെയ്യുന്ന സിംറ്റംസ്. റിസ്ക്: വെരി ഓൾഡ് പീപ്പിൾ, ടു യങ് പീപ്പിൾ, മറ്റ് സിസ്റ്റമിക് ഏതെങ്കിലും ഡിസീസ് ഉള്ളവർ, ഏതെങ്കിലും ഡ്രഗ് അഡിക്ഷൻ ഉള്ളവർ, ഇവർക്കൊക്കെ ആയിരിക്കും കൂടുതൽ റിസ്ക് ഇതിനെ ബാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബാധിക്കാവുന്നവർ ഇവർക്കൊക്കെ. നെക്സ്റ്റ്, ഹൈപ്പോനാട്രേമിയ. ഈ മൈൽഡ് സ്ട്രോക്കിന് സംഭവിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ. പേഷ്യന്റ് മിക്കവാറും ഓൾഡ് ഏജ് ആയിരിക്കും, അല്ലെങ്കിൽ ഓൾഡ് ഏജിൽ ഉള്ളവർക്കാണ് കൂടുതൽ ഇത് സംഭവിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുക, തല ഒടിച്ചിട്ടിരിക്കുക, ഇതായിരിക്കും കാണുന്നത്. അതിപ്പോ ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുത്തിയിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അച്ഛന്റെ അതല്ല അമ്മയുടെ തല ഇങ്ങനെ ഇരിക്കുന്നു, ഒടിഞ്ഞിരിക്കുന്ന പോലെ തോന്നും. എത്തൂസ സൈനാപ്യത്തിന്റെ സിംറ്റം. അതിന്റെ കാരണങ്ങൾ മെറ്റബോളിക് ഡിസോർഡേഴ്സ് തന്നെയാണ് പറയുന്നത്. ബിലോ 135 മില്ലിഗ്രാം പെർ ലിറ്റർ, അതിന് താഴോട്ട് വരുമ്പോഴാണ് സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു 130 താഴേക്ക് വരുമ്പോഴാണ് കൂടുതൽ സിംറ്റംസ്, സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ കൂടുതൽ സ്വെറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് സംഭവിക്കാവുന്നതാണ്. പിന്നെ സർട്ടൺ മെഡിസിൻസ്, തുടർച്ചയായിട്ട് മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ചില മെഡിസിൻസ് റിയാക്ട് ചെയ്തിട്ട് ഇതേ സംഭവം ഉണ്ടാകാം. അതായത് പൊട്ടാസ്യത്തിന്റെയും സോഡിയത്തിന്റെയും ബാലൻസ് കുറയ്ക്കും, സോഡിയം കുറയും. അങ്ങനെ ഹൈപ്പോനാട്രേമിയയുടെ എല്ലാ സിംറ്റംസും ഡെവലപ്പ് ചെയ്യും. അതിന്റെ സിംറ്റം മൈൽഡ് കേസൊക്കെ ആണെങ്കിൽ കൺഫ്യൂഷൻ, മസിൽ ക്രാംസ് ആൻഡ് വീക്ക്നെസ്. ഇതാണ് ഈ ആദ്യം കാണിക്കുന്നത്. ആ വീക്ക്നെസ് ആണ് ഞാൻ പറഞ്ഞത്, ഈ തല ഒടിച്ച് ഇട്ടിരിക്കുന്ന സംഭവം. സിവിയർ ആകുമ്പോൾ അവിടെ കൺവൾഷൻ ഉണ്ടാകാം, കോമയിലേക്ക്, സീസർ ഫോളോഡ് ബൈ കോമ. ഫങ്ഷൻ ഓഫ് നാട്രം, സോഡിയം. ഒന്ന്, ഇതിന്റെ ഫ്ലൂയിഡിന്റെ ബാലൻസ് ലെവലാക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് സോഡിയം. പിന്നെ നെർവ് മസിൽസ് ഓറിയന്റേഷൻ നിലനിർത്തുന്നത് സോഡിയമാണ്. ഇത് രണ്ടുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. പിന്നെ അറിയാലോ, സോഡിയം എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജും പൊട്ടാസ്യം പോസിറ്റീവ് ചാർജും. ഓരോ മനുഷ്യന്റെ ഓരോ സെല്ലുകളും ഓരോ ബാറ്ററിയും ആസ് വെൽ ആസ് ഒരു മാഗ്നറ്റും. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ചാർജസ് പവറാണ് ഓരോ സെല്ലിൽ നിന്നും പുറത്തു വരുന്നത്. നമ്മൾ ഒരിക്കൽ ഡിസ്കസ് ചെയ്താണ്.
ഇനി ലോ പൊട്ടാസ്യം ലെവൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഡ്രൈനസ് ഓഫ് മൗത്താണ് ആദ്യം വരുന്നത്. അവിടെയും കൺഫ്യൂഷൻ വരുന്നുണ്ട്. അത് സിവിയർ ആയിട്ട് വളരെ കൂടുതലായിട്ട് പൊട്ടാസ്യം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പാരലൈസിസ് ഉണ്ടാകാം, റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാകാം, ഡെത്ത് ഉണ്ടാകാം. പിന്നെ ഹൈ പൊട്ടാസ്യം ഒരു 5-നൊക്കെ മുകളിലേക്ക് പോവുകയാണ്. സാധാരണഗതിയിൽ സിംറ്റംസ് ഒന്നും കാണിക്കാറില്ല. ഇനി വളരെ വിരളമായിട്ടുള്ള ചില വ്യക്തികളിൽ സിംറ്റം കാണിക്കുന്നുണ്ട്. അത് അരിത്തീമിയാണ്, ഇറഗുലർ ഹാർട്ട് ബീറ്റ്. ദെൻ യൂറേമിയ എന്ന് പറയുന്നത് വളരെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. കാരണം അത് എല്ലാ സിസ്റ്റത്തെയും ബാധിക്കും. കാരണം കിഡ്നിയാണ് ഇവിടെ പ്രതിഭാഗത്ത് നിൽക്കുന്നത്. കാരണം ഓൾ സിംറ്റംസ് സ്റ്റെമിങ് ഫ്രം കിഡ്നീസ്. അപ്പൊ കിഡ്നിയിൽ നിന്നാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വേസ്റ്റ് പ്രോഡക്ട്സും അക്യുമുലേഷൻ ഉണ്ടാവും. ബ്രെയിനിലും ലിവറിലും ഈവൻ ലങ്സിലും ബ്ലഡ് വെസൽസിലും ഒക്കെ ഈ വേസ്റ്റ് പ്രോഡക്റ്റിന്റെ അക്യുമുലേഷൻ ഉണ്ടാവും. അതിന്റെ കെടുതികളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള സംഭവം. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന എലിസിറ്റ് ചെയ്യാവുന്ന സിംറ്റംസ് അതിന്റെ കാരണം പറഞ്ഞല്ലോ, റീനൽ ഫെയിലിയർ ആണ് തുടക്കം. കൺഫ്യൂഷൻ ആദ്യം പ്രകടിപ്പിക്കുന്ന കൺഫ്യൂഷൻ തന്നെയായിരിക്കാം. പിന്നെ യൂറേമിയ ആണെങ്കിൽ നമുക്ക് ഏകദേശം റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു യൂറിനൽ അല്ലെങ്കിൽ ഓർഡർ നമുക്ക് അനുഭവപ്പെടും. സ്വെറ്റിലൊക്കെ യൂറിനസ് ഓർഡർ ഉണ്ട്. അത് ഡയഗ്നോസ് ചെയ്യാൻ ഒരു പ്രധാന സിംറ്റമാണ്, അല്ല സൈനാണ്. നമ്മൾ ഒബ്സർവ് ചെയ്തെടുക്കുന്നതാണ്. വളരെ അഡ്വാൻസ് ആകുമ്പോഴാണ് അത് എൻകഫലോപ്പതിയിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല, കോമയിലേക്കോ ഡീപ്പ് കോമയിലേക്കാണ്. അപ്പൊ അതിനു മുമ്പ് ആദ്യ സ്റ്റേജിലാണ് കൺഫ്യൂഷൻ, ഡ്രൗസിനെസ്, വീക്ക്നെസ്, ഡിഫിക്കൽറ്റി ഇൻ സ്പീച്ച് ആൻഡ് മൂവ്മെന്റ് ഓഫ് എക്സ്ട്രിമിറ്റീസ് എല്ലാം വരുന്നത്. അപ്പൊ അത് കുറച്ചുകൂടെ പ്രോഗ്രസ് ആകുമ്പോഴാണ് കോമയിലേക്കും ഡെത്തിലേക്കൊക്കെ. അപ്പൊ അതിന് നമുക്ക് യൂറേമിയയ്ക്ക് ബെസ്റ്റ് റെമഡി എന്ന് പറയുന്നത് പ്രമാഷ്, അമോണിയം കോസ്റ്റിക്കം, അയാസമസ്, ആർസനിക് ആൽബം ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി കൺഫ്യൂഷൻ ഏതും ആകട്ടെ, അതൊരു അക്യൂട്ട് സ്റ്റേജിലാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എങ്കിൽ പോലും എന്തെങ്കിലും ഒരു ഫസ്റ്റ് റെമഡി എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കാവുന്നതാണ്. ഇത് ബെലഡോണ, ബ്രയോണിയ ഒക്കെയാണ് ആദ്യം വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺഫ്യൂഷൻ തീർക്കണമെങ്കിൽ. അപ്പൊ അവിടെ കൺഫ്യൂഷൻ ആയിരിക്കും പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഇരിക്കുന്ന സ്ഥലം ശരിയാണോ, ഇത് എന്റെ കസേരയാണോ, എന്റെ കട്ടിലാണോ, എന്റെ മുറിയാണോ എന്നുള്ള കൺഫ്യൂഷൻ. അതുപോലെ തന്നെ ഈ ഫോണും റിമോട്ടും തമ്മിൽ മാറിപ്പോവുക, കൺഫ്യൂസ് ആകുക, പേനയും പെൻസിലും മാറിപ്പോവുക, കൺഫ്യൂസ് ആകുക. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ അക്യൂട്ട് സ്റ്റേജിലെ ബെല്ല്, ബ്രെയിനൊക്കെ നല്ല ആക്ഷൻ. പിന്നെയും പുരോഗമിക്കുമ്പോഴാണ് അത് വേണമെങ്കിൽ സിക്കൂട്ട, ശ്രമോണിയം അതിലേക്കൊക്കെ പോകും. ഏതാണ്ട് കൺഫ്യൂഷന്റെ, അതായത് സാധാരണഗതിയിൽ വരുന്ന കൺഫ്യൂഷൻ വേറെ അനവധി കാരണങ്ങളുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന ഡേ ടു ഡേ പ്രാക്ടീസിൽ കാണുന്ന കാരണങ്ങളാണ് നമ്മളിപ്പം ഇവിടെ വിശദീകരിക്കപ്പെട്ടത്. ഞാൻ 6-7 കാരണങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഈ കൺഫ്യൂഷനുള്ള കാരണങ്ങൾ ഇവിടെ തീർന്നു. ഏതാണ്ട് ഞാൻ കൊടുക്കുന്ന റെമഡീസും പറഞ്ഞു കഴിഞ്ഞു. എന്റെ പോർഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ചർച്ച എന്ന് വിചാരിക്കുന്നു. ഓക്കെ സാറേ, നമുക്ക് ചർച്ചയിലേക്ക് പോകാം. ചർച്ച ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു റെസോപ്രോക്കലാണ്. അതായത് അനുഭവങ്ങൾ പങ്കുവെക്കണം. കൺഫ്യൂഷൻ
അവരവർക്കുണ്ടായ കൺഫ്യൂഷൻ അങ്ങോട്ടും പറയണം. ആ, ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ആരെങ്കിലുമൊക്കെ കൺഫ്യൂഷന്റെ സാറിന് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതെ. നാളത്തെ നമ്മളെ പ്രോഗ്രാമിനെ കുറിച്ച് ഒന്ന് അനൗൺസ് ചെയ്തോട്ടെ സാറ്. ആ, നാളെ ലോക കാവ്യ ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രോഗ്രാമാണ്. നാളത്തെ ഈ കാവ്യ ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ കുരിപ്പുഴ ശ്രീകുമാർ സാറാണ്. കുറച്ച് കവിയരങ്ങായിട്ടാണ് നാളത്തെ പ്രോഗ്രാം. ഓരോ കവികൾ അവരവർ എഴുതിയ കവിതകൾ നാളെ ചൊല്ലുന്നുണ്ട്, കാവ്യം ആലപിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട വ്യക്തികളാണ് നാളെ എത്തുന്നത്. ശ്രീകുമാർ മുഖത്തല, ഡോക്ടർ മനു മഞ്ജിത്ത്, ശ്രീ മടവൂർ സുരേന്ദ്രൻ, ശ്രീമതി ഷൈന കൈരളി, ഡോക്ടർ ഷീബ റജികുമാർ, ഡോക്ടർ സലീം കുമാർ. ഇത്രയും പേരാണ് ഈ കവിയരങ്ങിൽ നാളെ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും നാളെ ഈ സമയത്ത് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക, പ്രോഗ്രാം ഒരു വിജയമാക്കുക. നമുക്ക് ഈ കൺഫ്യൂഷൻ അതുപോലുള്ള സബ്ജക്റ്റീവായിട്ടുള്ള മാറ്റേഴ്സ് മാത്രം പോരാ, എല്ലാ മേഖലയിലും നമുക്ക് കുറച്ചൊരു ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ മെന്റൽ ടെൻഷൻ കൺഫ്യൂഷനും ഒക്കെ മാറാൻ കാവ്യങ്ങൾ കേൾക്കുന്നതും നമുക്ക് വളരെ പ്രയോജനം ചെയ്യും. എല്ലാവരും നാളത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് സാറിന്റെ ഇന്നത്തെ സബ്ജക്റ്റില് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സാറുമായിട്ട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാം, അത് നമുക്കും കേൾക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വന്നാൽ നന്നായിരിക്കും. കൺഫ്യൂഷൻ എന്നുള്ള ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ആർക്കെങ്കിലും? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കണേ. അപ്പൊ ഈ കൺഫ്യൂഷൻ എന്ന് പറയുന്ന സംഗതി ടൈഫോയിഡ് മുതല് അതിലും മാരകമായ ബ്രെയിൻ ഡിസീസ് ഉൾപ്പെടെ കൺഫ്യൂഷൻ ഉണ്ടാവും. ബ്രെയിനിനെ ബാധിക്കുന്ന അസുഖങ്ങൾ അപ്പൊ അതെല്ലാം ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന കൺഫ്യൂഷനാണ് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ പലപ്പോഴും നമുക്ക് വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് അബോർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഇപ്പം പറയാൻ മനസ്സിലാക്കിയാൽ നേരത്തെ പെട്ടെന്ന് തന്നെ നമുക്കത് ചിന്ത പോയാൽ നമ്മളത് ശ്രദ്ധിച്ചാൽ അല്ലേ സാറിന് അപ്പൊ ആ കൺഫ്യൂഷനും മാറ്റാൻ പറ്റി. ടൈഫോയിഡ് ആണെന്ന് തിരിച്ചറിയാനും പറ്റി, ടൈഫോയിഡ് അബോർട്ട് ചെയ്യാനും പറ്റി. അപ്പൊ അതുപോലെ നമ്മൾ ഏതൊരു കേസ് നമ്മൾ അടുത്ത് വന്നാലും അപ്പൊ ഈ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കും, സീരിയസ് ആയിട്ട് എടുക്കും. മിക്കവാറും അതിന് ചിലപ്പോ നല്ല എന്തെങ്കിലും മെന്റൽ പ്രോബ്ലം ആണോ എന്നായിരിക്കും പെട്ടെന്ന് നമ്മൾ കൂടുതലും ചിന്തിക്കാറ്. ഈ ഇൻഫെക്ഷൻ കൊണ്ടുള്ളതാണോ നമ്മൾ അത്ര ചിന്തിക്കാറില്ല. അതാണ് ഇപ്പൊ സാറ് പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ട് തോന്നിയത്. സംശയങ്ങൾ ഓരോന്നും ഇങ്ങനെ പറയുമ്പോൾ വിചാരിക്കും എന്തോ മാനസിക പ്രശ്നമാണ്, ടെൻഷൻ കൊണ്ടാണ് എന്ന് വിചാരിക്കും. അത് മാത്രമല്ല ഏതെങ്കിലും ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ ഭാഗമാണോ എന്ന് കൂടി നമ്മളിപ്പോ ചിന്തിക്കണം. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ നമുക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കാം. ശോഭന രാമവർമ്മ, ഡോക്ടർ, മെഡിസിൻ ഫോർ ഹൈപ്പോ, ഒന്ന് ഹോസ്റ്റ് ആക്കാം. ഒന്ന് ചോദിക്കുവോ സാറിനോട്? ഞാനേ ഹൈപ്പോതെർമിയാണോ? അല്ല, ഹൈപ്പോതെർമിയ അല്ല. ചാറ്റ് ബോക്സിലുണ്ട്. മാഡം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താലേ. ലോ സോഡിയം അതിനെന്തെങ്കിലും മെഡിസിൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് കൊടുക്കാവുന്ന സോഡാക്കാരമാണ്, ഉപ്പക്കാരം. സോഡ ബൈക്കാർ, സോഡിയം ബൈകാർബണേറ്റ്. ഉപ്പക്കാരം ഈ സോഡിയം കുറഞ്ഞ അവസ്ഥയ്ക്കോ?
സോഡിയം കുറഞ്ഞ അവസ്ഥയിൽ ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷനും ബന്ധമില്ലാത്ത സംസാരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. ആ. നമ്മളെ നേട്രമൂറ് കൊടുത്താൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും, ഗുണം ഉണ്ടാവും? തുടർന്ന് കൊടുക്കാം. നേട്രമൂറ് ലോ പൊട്ടൻസി കൊടുക്കാം. നമുക്ക് റിക്കോപ്പി ചെയ്യാനുള്ള അതാണ് ഞാനീ പറഞ്ഞത്. ഓക്കെ. ഇത്തിരി സോഡാക്കാരം എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാമോ? കലക്കി കൊടുത്താൽ മതി അല്ലേ? ഓക്കെ. അപ്പൊ ശോഭന രാമവർമ്മ മാഡം കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മുടെ സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു. ഡോക്ടറെ ഒരു 37 വയസ്സുള്ള ഒരു പയ്യന് 2 ദിവസമായിട്ട് കാലിന് ചെറിയ വേദന തുടങ്ങി. പിന്നെ കാല് വേദന 2 കാലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും അവർ പറഞ്ഞു കാല് സർക്കുലേഷൻ ബ്ലോക്ക് ആയിരിക്കുകയാണ്, ഹാർട്ടിനാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് ഡോക്ടറെ? അതിനെക്കുറിച്ച് അതിന്റെ ഫിസിയോളജി അല്ലെങ്കിൽ അതെനിക്ക് പെതോളജി ഒന്നും മനസ്സിലായില്ല. അവരുടെ പയ്യൻ മരിച്ചു പോയാണ്. എന്ന് പറയുന്ന അവിടെ വീനസ് കഞ്ചഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വീനസ് ബ്ലോക്കേഡ് ആകാനാണ് സാധ്യത. ഡിപ്പോയിൻ ത്രോംബോസിസ് എന്നല്ല, അങ്ങനെ ഞാൻ ആലോചിച്ചു. പക്ഷെ അങ്ങനെ അല്ല. അല്ല, ഇത് പെട്ടെന്നാണ് തുടങ്ങിയത്. അതായത് 2 ദിവസമായിട്ട് ചെറിയ പെയിൻ ഉണ്ടായിരുന്നു. ശനിയാഴ്ച അവന് പെട്ടെന്ന് പെയിൻ കൂടി. ഉച്ചയപ്പോ വൈറ്റില വെൽക്കർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ അവർ അവിടുന്ന് എത്രയും പെട്ടെന്ന് ലേക്ക് ഷോറിൽ ആശ്രമം കൊണ്ടുപോയി. അപ്പൊ അവർ പറഞ്ഞു ആകെ പ്രശ്നമായിരിക്കുകയാണ്, ഹാർട്ടിനും ഒക്കെ പ്രശ്നമാണ്. നേരം വെളുത്തപ്പോ ഇത്തിരി ഹോപ്പ ആണെന്ന് തോന്നി ഞായറാഴ്ച. പക്ഷെ തിങ്കളാഴ്ച ആയപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിലാണ്, പേഷ്യന്റിനെ വെന്റിലേറ്റർ ആക്കിയിരിക്കുന്നത്. ചൊവ്വാഴ്ച ഒരാൾ മരിക്കുകയും ചെയ്തു. ഇപ്പൊ ഇവൻ അങ്ങനെ ആള് മരിച്ചു. അത്ര പെട്ടെന്ന് അക്യൂട്ടായിട്ട് മദ്യപാനം ഒന്നും ഇല്ലാത്തതാണെന്ന് വെച്ചാൽ പയ്യൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ഷുഗറൊക്കെ വല്ലാണ്ട് കൂടുതലുണ്ടായിരുന്നു. ഇവന് പക്ഷേ ഷുഗർ ഉണ്ടെന്നുള്ളത് അറിയാതെ നടന്നു വെച്ചതാണോ, അങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ ആൾക്കുള്ളൂ. അപ്പൊ ഇതൊരു കാർഡിയാക് പ്രോബ്ലം കൊണ്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. കാലിലാണ് വേദന തുടങ്ങി. അപ്പൊ അവിടെ സ്റ്റാഗ്നേഷൻ കാലിലാണ്, കോയാഗുലേഷൻ കൂടിയിട്ടുണ്ടാവും, ത്രോംബസ് ഫോർമേഷൻ ആണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് 2 കാലിലും ത്രോംബസ് കൂടുതൽ ഉണ്ടാകുമെങ്കിൽ അവിടെ സ്റ്റാഗ്നേഷൻ ആണ്, ബ്ലഡ് 2 കാലിലും സ്റ്റാഗ്നേറ്റ് ചെയ്യുന്നു. അത് നമുക്ക് ഊഹിക്കാം. പക്ഷെ ഹാർട്ടിനെ ബാധിക്കുമല്ലോ. ഇംപ്യൂർ ബ്ലഡ് അതായത് ബ്ലഡ് വോളിയം കുറയുന്നു. കുഴപ്പം കൊണ്ടാണ് അത് അവിടെ സംഭവിച്ചെന്ന് വിചാരിച്ചത്. എന്തോ അല്ല, ബ്ലഡ് വോളിയം കുറയും. പിന്നെ അതല്ല, പമ്പിങ്ങിന് എക്സിഷൻ കൂടും. ബ്ലോക്ക് ഉണ്ടല്ലോ, 2 കാലിലും ബ്ലോക്ക് ആണല്ലോ. അതുകൊണ്ട് തന്നെ ആർട്ടീരിയൽ പമ്പിങ് നടക്കുന്നില്ല, കൂടുതൽ എക്സർട്ട് ചെയ്യാൻ നടക്കില്ലല്ലോ. നടക്കില്ല. എന്നിട്ട് പിന്നെ ആള് 37 വയസ്സുള്ള 37 അല്ലേ? പ്രത്യേകിച്ച് അവനൊരു പ്രോബ്ലം ഇല്ലായിരുന്നു, അതാ വിഷയം. പെട്ടെന്നാണ് എല്ലാം വന്നതല്ലേ? എല്ലാം പെട്ടെന്ന്. ഒരു പക്ഷെ വില്ലൻ ഇതായിരിക്കാം. 400 വരെ ഷുഗർ കൂടിയെന്നല്ലേ പറയും. ഷുഗർ എല്ലാം അപ്പൊ അവിടെ പിന്നെ ഈ വാസ്കുലർ ഡീജനറേഷൻ സംഭവിച്ചിട്ടുണ്ടാവും. അതാണ് മനസ്സിലാവാത്തത്. ഓക്കെ ഡോക്ടറെ, സമയമാകുമ്പോ എന്തെങ്കിലുമൊക്കെ വരും, അതോടെ പറഞ്ഞാ അതിനെ മാറ്റി കൊണ്ടുപോകാൻ ആർക്കും പറ്റത്തില്ല. ആയിഷ കണ്ടമതായ രവീരസ്തമയങ്കത. അതാ കിഴക്ക് പടിഞ്ഞോട്ട് പോകുമ്പോൾ നമ്മുടെ ആയുസിന്റെ ഒരു കഷ്ണമായിട്ടാണ് പോകുന്നത്. ഡോക്ടർമാരൊക്കെ ഒന്നും കണ്ടുപിടിക്കാനും പറ്റൂല. ഇനി ശോഭന രാമവർമ്മ ഡോക്ടർക്ക് എന്താണ് ചോദിക്കാനുള്ളതെന്ന് വെച്ചാ ചോദിച്ചോളൂ. സാർ ഗുഡ് ഈവനിങ്. ഇത് സോഡാക്കാരം കൊടുക്കാൻ പറഞ്ഞില്ലേ? സോഡാക്കാരം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സോഡാപ്പൊടിയാണോ? സോഡാപ്പൊടി. അപ്പൊ സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാ കൊടുക്കുക? നമ്മൾ എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കും? ഒരു 5 ഗ്രാം. എന്താ സാർ? 5 ഗ്രാം വെച്ചിട്ട് 3 hourly റിക്കോപ്പ് ചെയ്യുന്നവരെ കൊടുക്കണം, വെള്ളത്തിൽ കലക്കിയിട്ട്. അതെ. ഒരു
5 ഗ്രെയിൻ എന്ന് പറയുമ്പോ ഒരു ഹാഫ് സ്പൂൺ ഒക്കെ ആവാമോ? അയ്യോ 5 ഗ്രാം എന്ന് പറയുമ്പോ അത് പൊടിയായിട്ടല്ലേ ഇരിക്കുന്നത്? നമ്മള് ഉപയോഗിക്കുന്ന സോഡാപ്പൊടി പൊടിയായിട്ടാണ് ഇരിക്കുന്നത്. അതെ ഒരു നുള്ളു ഒരു നുള്ള് ഇത്തിരി വെള്ളത്തില് എവറി 3. അത്രയാകാവുള്ളൂ. ഓക്കെ. ആൻഡ് സോഡിയം പൊട്ടാഷ്യം കുറഞ്ഞാലോ സർ? ഹൈപ്പോകാലിമിയ. കരിക്കും വെള്ളമൊക്കെ ധാരാളം ഉണ്ട്. കരിക്കും വെള്ളത്തിൽ ധാരാളം ഉണ്ട്. കരിക്കും വെള്ളം, ഏത്തപ്പഴം, ഏത്തപ്പഴത്തിലുണ്ട്. പക്ഷെ പെട്ടെന്ന് നമുക്ക് കൊടുക്കാവുന്നത് കരിക്കും വെള്ളമാണ്. വെള്ളം. ഷുഗർ ഉള്ള പേഷ്യന്റ് ആണെങ്കിലോ? ഷുഗർ ഹൈ ഷുഗർ ആണെങ്കിലോ? ഷുഗർ അതിന്റെ കമ്പാരിസൺ നോക്കണം. കരിക്കും വെള്ളം എന്തായാലും കൊടുക്കാം ഡോക്ടറെ. കാരണം കൊടുക്കാം. പിന്നെന്താണ്, ഷുഗറിനെക്കാട്ടിയും കരിക്കും വെള്ളം മാത്രം കഴിച്ചോണ്ടിരിക്കുന്ന വേറെ കാർബോഹൈഡ്രേറ്റ് എടുക്കാതിരിക്കുകയാണെങ്കിൽ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇത് ഷുഗർ ലെവൽസ് ഹൈ ആണെങ്കിലും കൊടുക്കാമെന്നോ? പിന്നെന്താണ്, ഓക്കെ സർ. വെള്ളം അല്ല ഫ്രൂട്ട്സ് മാത്രം കഴിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഷുഗറൊക്കെ താഴും. വേറെ ഒന്നും കഴിക്കരുത്. സാറേ ഈ പണ്ട് കാലത്ത് ഈ സോഡാപ്പൊടി കൊണ്ട് മാത്രം ചില പ്രായമുള്ള ആളുകൾക്ക് അന്ന് വയറുവേദന മാനേജ് ചെയ്ത് അവസാനം അൾസർ ഒക്കെ മരിച്ചു പോയ കഥയുണ്ട്. പ്രോബ്ലമാണ്. വലിയ പ്രോബ്ലംസ് ഉണ്ട്. വയറുവേദന ഇതെടുത്ത് കഴിക്കും. എനിക്കറിയാം ചെറുപ്പത്തിലൊക്കെ. ആദ്യമൊക്കെ ഈ ഒരു നുള്ളു മതി, പിന്നെ 2 നുള്ളു ആകണം, പിന്നെ ഇതാകണം. അവസാനം അത് വലിയ അളവിൽ കഴിക്കേണ്ടി വരും. അത് കിഡ്നിയെ ബാധിക്കും. നീര് വെച്ചാണ് ആൾക്കാരൊക്കെ മരിക്കുന്നത്. സാറേ അതെന്താണ് ഈ സോഡിയം ക്ലോറൈഡും സോഡിയം ബൈകാർബണേറ്റും രണ്ടും ഉണ്ടായിട്ട് ഈ സോഡിയം കാർബണേറ്റിലേക്ക് പോണത് ബൈകാർബണേറ്റിലേക്ക്? പെട്ടെന്ന് ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ അതാണ്. അല്ല സോഡിയം ക്ലോറൈഡിനെ കാട്ടി. അതെ നമ്മള് ഉപ്പ് കൊടുക്കണേനേക്കാളും ഇതാണോ നല്ലത്? അതെ. പിന്നെ നമ്മുടെ മെഡിസിൻസ് സർ, മെഡിസിൻ നെട്രമ്യൂർ ആണെങ്കിൽ എങ്ങനെ കൊടുക്കും? ഏത് പൊട്ടൻസി എങ്ങനെ കൊടുക്കും? അല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ ഓവറാണ് 3x. മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ 3x. 3x. പിന്നെ അഡീഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ. ആൻഡ് ഈ പൊട്ടാഷ്യത്തിനോ? ലോ പൊട്ടാഷ്യം. പൊട്ടാസ്യത്തിന്റെ ഡ്രൈ മൗത്ത് ഒക്കെ ആയിരിക്കും. സാധാരണ നക്സ്മോസ് ആണ് വരുന്നത്. നക്സ്മോസ്കിറ്റ. അത് സോഡിയത്തിനും വരും അല്ലേ സാർ? ഹൈപ്പോനാട്രിമിയക്കിലും വരില്ലേ? വരാം. ഇതേ സിംറ്റം കാണിക്കാൻ ഇങ്ങനെ നാവൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് സൂട്ടാണ്. അതാവുമ്പോ 30 പൊട്ടൻസി കൊടുക്കാം അല്ലേ? കൊടുക്കാമല്ലോ. യെസ്. കഴിഞ്ഞോ? ഓക്കെ. ശോഭന ഡോക്ടറെ താങ്ക് യു സർ. താങ്ക് യു സർ. കഴിഞ്ഞോ? ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? വേറെ ഡോക്ടേഴ്സിന് എന്തെങ്കിലും സംശയം, കൺഫ്യൂഷൻ ഉണ്ടോ? 21. ഇനി ഒരു 3-4 മിനിറ്റ് തീർന്നോന്ന് അറിഞ്ഞാൽ മതി. 3-4 മിനിറ്റ് കൂടെ ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. നാളെ ഞാൻ അവതരിപ്പിക്കുന്ന കവിത ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഡോക്ടർമാര് കേൾക്കേണ്ടതാണ്. ജെയിംസ് പോൾ സാറിന് ഞാൻ ക്ഷണിക്കുന്നില്ല. സാറിനത് കേട്ടാ. സാറ് കേട്ടതാണല്ലേ? അതാണോ? അല്ല സലീം കുമാർ ഡോക്ടർ ഒരു കവിയാണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അന്നേരം പേര് സലീം കുമാർ ഡോക്ടർ കിടക്കുന്നത്. ഇനി വല്ല ആശംസയല്ലല്ലേ, കവിയരങ്ങാണല്ലോ പ്രോഗ്രാം. അപ്പോഴാണ് അപ്പൊ നാളെ ഇത് കേൾക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഒന്നുകൂടി വേണമെങ്കിൽ ജെയിംസ് പോൾ ഡോക്ടർ കേൾക്കാം. അദ്ദേഹത്തിന് അത് കേട്ടിട്ടുണ്ട്. അല്ല, ജെയിംസ് പോൾ സാർ നാളെ കാണും. നല്ല ഒരു പ്രോഗ്രാം ആണല്ലോ. നമ്മള് കുരിപ്പുഴ ശ്രീകുമാർ സാറൊക്കെ നല്ല എല്ലാരും നല്ല കവികളും കവയിത്രികളും ഒക്കെ അല്ലേ വരുന്നത്. അതിനുവേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറിനെ ക്ഷണിക്കാൻ പോയതാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കഥയൊക്കെ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറാണ് നാളെ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഈ അത്യാഹിതങ്ങളെല്ലാം സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് പുള്ളിക്ക് വന്നതിലുള്ള ആ ഒരു
ഈ അവസ്ഥ വന്നതിലുള്ള ഒരു ദുഃഖം. അതുകൊണ്ട് ഞായറാഴ്ച ദിവസം മങ്കൊമ്പ് അനുസ്മരണമാണ്. അന്ന് അനുസ്മരണം ഗാനാഞ്ജലിയിലൂടെയാണ് അനുസ്മരിക്കുന്നത്. അല്ലാതെ രണ്ടു വാക്ക് പറഞ്ഞും അനുസ്മരിക്കാം. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആലപിക്കാൻ എല്ലാവരും ബന്ധുക്കളോ അല്ലെ അവരവർക്കോ പഠിച്ച് ആലപിക്കാനും കൂടി റെഡിയായിട്ട് വേണം ഞായറാഴ്ച എന്ന് വരെ. പാട്ട് പാടാനുള്ള അവസരമുണ്ട്. സലിംകുമാർ ഡോക്ടർക്കും ജെയിംസ് പോൾ സാറിനൊക്കെ അവസരം തരുന്നത്. വീട്ടിലങ്ങനെ ആരെങ്കിലും തയ്യാറാണെങ്കിൽ ചോദിക്കാം. അയാൾക്ക് 4 മക്കളുണ്ട്. ഒത്തിരി ഇപ്പൊ ഈ പത്രത്തിലൊക്കെ വരുമ്പോഴാണ് ഈ ഗാനങ്ങളെല്ലാം അദ്ദേഹം എഴുതിയതാണോ പോലും പലതും വയലാറെന്ന് പറഞ്ഞ എല്ലാവരും ഇരിക്കണം. ഗാനങ്ങളൊക്കെ ഇപ്പൊ കേൾക്കുമ്പോഴാണ്. അപ്പൊ ഇനി ആർക്കും സംശയങ്ങളൊന്നും ചോദിക്കാനില്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ ശോഭന രാമവർമ്മ ഡോക്ടറെ നമ്മുടെ ജെയിംസ് പോൾ സാറിനെ ഒന്നുകൂടി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർക്ക് ചോദിക്കാനുള്ള ചോദിക്കാം. ഒപ്പം ജെയിംസ് പോൾ സാറിനുള്ള നന്ദി കൂടി ശോഭന രാമവർമ്മ ഡോക്ടർ രേഖപ്പെടുത്തുക. സാർ, എനിക്ക് ചോദിക്കാനുള്ള ആദ്യം ചോദിക്കാം. ഇതിലെ സ്ലീപ്പ് ഡിപ്രവേഷൻ പറഞ്ഞല്ലോ സാർ. അതില് ഈ സ്ലീപ്പ് അപ്നിയ വന്നിട്ട് രാത്രി സ്നോറിങ് കൊണ്ടോ അതായത് നേസൽ ബ്ലോക്കേജ് കൊണ്ടൊക്കെ ഉറക്കം സ്ലീപ്പ് അപ്നിയ ഉള്ള ആൾക്കാരില്ലേ ധാരാളം. അവർക്ക് ഈ പകലൊക്കെ അവരിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോഴും മീറ്റിംഗ്സിൽ ഇരിക്കുമ്പോഴും ഒക്കെ ഉറങ്ങി പോകും. അതിന് പ്രധാനമായിട്ട് നമ്മളുടെ മെഡിസിൻസ് എന്തൊക്കെയാണ് സാർ? ആദ്യം അത് കണ്ടെത്തിയിട്ട് എന്തെങ്കിലും ബ്ലോക്കേഡ് ഉണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത്. അതെ, ലൈക്ക് അഡിനോയിഡോ നേസൽ പോളിപ്പോ പോളിപ്പോ അഡിനോയിഡ്സ് ഇതുണ്ടോ എന്നുള്ളതാണ് ആദ്യം ക്ലിയർ ചെയ്തിട്ട് ഒന്നല്ലെങ്കിൽ അത് അഡ്വാൻസ്ഡ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് സർജറി, ഇല്ലെങ്കിൽ നമ്മുടെ മെഡിസിൻ ഉണ്ട്, മെഡിസിൻ കൊണ്ട് അത് മാറ്റുക. അപ്പൊ അതാണ് മെയിൻ. നമ്മളുടെ മെഡിസിൻസ് മെയിൻ ആയിട്ട് ഏതൊക്കെയാ സാർ? മെക്സോമിക്ക സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഉറങ്ങി പോവുക, ഡ്രൈവ് അതൊരു വേറൊരു കണ്ടീഷൻ ആണല്ലോ. അതിന് ഒരു പേര് പറയുമല്ലോ, പെട്ടെന്ന് ഉറങ്ങുന്നതിന്. പെട്ടെന്ന് ഉറങ്ങിപ്പോണതിന്, ഒരു നിമിഷം ഉറങ്ങിപ്പോണ ജോലി പെണ്ണുങ്ങളൊക്കെ അയഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒന്ന് ഉറങ്ങിപ്പോവുക, അതൊരു കണ്ടീഷൻ. അതിനൊരു പേരുണ്ട്. പെട്ടെന്ന് ഞാൻ പേരാണ് മറന്നുവല്ലോ, കണ്ടീഷന് പറയുന്ന പേര്. ഈ സ്ലീപ്പ് അപ്നിയ ഉള്ള എല്ലാ ആൾക്കാർക്കും ഇതൊരു വലിയ ഇഷ്യൂ ആണ്. മീറ്റിംഗ്സിൽ ഉറങ്ങി പോവുക, അത് എംബാരസിംഗ് ആണ്. ഡ്രൈവ് ചെയ്യുമ്പോ ഉറങ്ങി പോവുക, അത് ആക്സിഡന്റ്സ് ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ള ഇതില് നക്സോമിക്ക സാർ ഇപ്പൊ പറഞ്ഞു. വേറെ ക്ഷീണമല്ല, ഇതിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ചിലർ ഉറങ്ങി പോകും. അതെ, ഒരു കണ്ടീഷനാണ് സാറേ, അതിനൊരു പേരുണ്ട്. OPO ഒക്കെ വരുമോ ഇതില്? സ്ലീപ്പ് മൈക്രോ സ്ലീപ്പ് എന്നാണ് സാറിന് പറയുന്നത്. മൈക്രോ സ്ലീപ്പ് അല്ലല്ല, വേറൊരു പേരുണ്ട് സാർ. OPM വരുമോ ഇത്തരം കണ്ടീഷൻസില്? OPM. ഹലോ സാറിനോട്, സാർ കേൾക്കുന്നില്ലേ സാറേ? കേൾക്കുന്നുണ്ട്. ഞാൻ സ്ലീപ്പ് അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. നാർക്കോലെപ്സി വന്നല്ലോ. അത് ആരാ പറഞ്ഞ? നാർക്കോലെപ്സി, പെട്ടെന്ന് ഉറങ്ങിപ്പോണ കണ്ടീഷൻ നാർക്കോലെപ്സി എന്ന് പറയും. അതാണ് അത്. സൈക്കോളജിയില് അത് കുറച്ചും കൂടി വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാനങ്ങ് മറന്നു. പക്ഷെ അത് ഡിപ്രിവിയേഷൻ ഓഫ് ദ സ്ലീപ്പിനേക്കാൾ ഉപരി നാരോ സിസ്റ്റവും മറ്റു ഹോർമോൺ, സ്ലീപ്പിംഗ് ഹോർമോൺസിന്റെ ഒക്കെ പ്രോബ്ലംസ് ഉണ്ടെന്നാണ് എന്റെ ധാരണ. നാർക്കോലെപ്സി എന്താ സാറേ? സ്ലീപ്പിംഗ് ഹോർമോൺസ്, സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്, അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, ബ്രെയിനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് നാർക്കോലെപ്സി. ഹോർമോണൽ ആൻഡ് ന്യൂറോളജിക്കൽ. ഡോക്ടർ ബീന. നാർക്കോലെപ്സി ഞാനത് വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ആ പേര് പെട്ടെന്ന് എനിക്ക് കിട്ടിയില്ല. ഈ പെട്ടെന്ന് ഉറങ്ങി തൂങ്ങിപ്പോണം. ഈ ഇത്തരം ഡ്രൗസിനെസ്സിന് OPയും ജൽസീമിയും ഒക്കെ വരുമോ? ജൽസീമിയം വരും.
പക്ഷെ ഓപ്പിയം പറയാൻ പറ്റില്ല. ഈ നാർക്കോലെപ്സിയിൽ വരുമായിരിക്കും അല്ലെ ഓപ്പിയം? വരും. പിന്നെ ഈ നക്സ് മോസ്കിറ്റ പോലെയുള്ളതും വരുമോ? നക്സ് മോസ്കിറ്റ തീർച്ചയായിട്ടും. കാരണം അത് കൺഫ്യൂഷൻ ഉണ്ടല്ലോ, അതിനോണ്ട് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഡ്രഗാണ്. ഓക്കെ സർ. ചില മെഡിസിൻസ് ഉണ്ടല്ലോ ഡോക്ടറെ, സ്ലീപ്പി എന്നുള്ള ഇൻഡിക്കേഷൻ ഉള്ള ചില മെഡിസിൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഓപ്പിയോ ജെൽസീമിയോ ഒക്കെ ചോദിച്ചത് ഞാൻ. അത് നമ്മൾ ആ ഒരു ഇതിൽ തന്നെ ഉണ്ടല്ലോ, ഒന്നുകൂടെ വേണമെങ്കിൽ റെഫർ ചെയ്യാം. സ്ലീപ്പി ആയിട്ടുള്ള ആന്റി ടാർട്ട് ഉണ്ടെന്ന്. ആന്റിൻ ടാർട്ട്. ഓക്കെ. അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇനി സാറിനുള്ള നന്ദി കൂടി ഒന്ന് രേഖപ്പെടുത്താമോ? ഒരു കാര്യം കൂടി, ഈ ഹൈപ്പോതെർമിയയില് നമ്മളുടെ മെഡിസിൻസ് എന്തൊക്കെയാ സർ വരുന്നത്? ഹൈപ്പോതെർമിയ സഡൻ ആയിട്ട് കാഡ്മിയം സൾഫ്. ഓക്കെ. ഹെലോഡെർമ ഏതാ സർ? അങ്ങനെ ഹെലോഡെർമ. ഹിലോഡെർമ. ഓക്കെ. കാർബോവെജ്, അക്കോണേറ്റ് കാർബോവെജ്. അഭിപ്രായമില്ല, അതുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അക്കോണേറ്റും കാർബോവെജും അഭിപ്രായം ഇല്ല സാറിനല്ലേ? ഓക്കെ ഡോക്ടർ, നമ്മളെ സമയം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. 2-3 മിനിറ്റ് അധികമായി. ഡോക്ടർ കൂടി പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ്. സാറിനോട് നന്ദി പറയാൻ വാക്കുകളില്ല. സാറിന്റെ ഓരോ ക്ലാസ്സും വളരെ വളരെ പ്രഷ്യസ് ആണ്, വളരെ ഇൻഫോർമേറ്റീവ് ആണ്. ആൻഡ് കഴിയുന്നതും മിസ്സാവാതെ കയറാൻ നോക്കാറുണ്ട് ക്ലാസ്സിൽ. സാറിന് എൻ്റെ പേരിലും IFPHന്റെ പേരിലും ലോട്ട് ഓഫ് താങ്ക്സ് സർ. ഓക്കെ ശോഭന ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് നാളത്തെ പ്രത്യേക പരിപാടിയിൽ എല്ലാവരും മിസ്സാവാതെ പങ്കെടുക്കണം എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം, ശുഭരാത്രി.